ഈ ബ്ലൗസ് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. പ്രിൻസസ് കട്ടാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? നമുക്ക് നോക്കാം. 40-42 സൈസിൻ്റെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്, ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ് ബാക്ക് ലെങ്ത്. ഞാൻ ബാക്ക് കാണിക്കുന്നില്ല, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വ്യത്യസ്തമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് മാത്രമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് കൂടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 16.5 വരും കേട്ടോ. ഇതിൻ്റെ ഷോൾഡർ 15 ഇഞ്ചാണ്. 15 എന്ന് പറയുമ്പോൾ ഹാഫ് ഷോൾഡറാണ് ഞാൻ എടുക്കുന്നത്. ഈ എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് രീതിയിലാണ് വരുന്നത്. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത്, കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാനിപ്പോൾ എടുക്കുന്ന മെത്തേഡ് ഇത് 2.5, ഇത് 3.5 അത് ബാക്ക് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ആം ഹോൾ വരുന്നത് 7.5 കേട്ടോ. അതായത് ബാക്ക് ഷോൾഡർ നമ്മൾ 7.5 എടുക്കുന്ന, അതുകൊണ്ട് തന്നെ ഞാൻ 7.5 തന്നെയാണ് എടുക്കണം. ഓക്കെ. വണ്ണം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 42 സൈസിൻ്റെ ആണ്. 42 ആണ്. അപ്പം ഞാൻ എടുക്കുന്നത് 12 ഇഞ്ചാണ്. ഞാനിതൊക്കെ ബ്ലൗസിൻ്റെ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് എടുക്കണില്ല, വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ലെങ്ത് വരുന്നത്. ആ ലെങ്ത് വരച്ചിടണം. ഇനി ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യം ബെസ്റ്റ് പോയിന്റിന് മുമ്പ് നമ്മൾ എടുക്കേണ്ടത് ബെസ്റ്റ് സെപ്പറേഷൻ വരുന്നത്, നമുക്ക് ഈ ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3.25 എടുത്താൽ മതി കേട്ടോ. 3.25. ഇവിടെ നമ്മൾ 3.25 എടുത്തിടുക. പലരും പല രീതിയിൽ കാണിച്ചു തരും. ഇതെൻ്റെ മെത്തേഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ടിട്ട് ഇതിൻ്റെ അപ്പെക്സ് പോയിന്റ് കറക്റ്റ് ചെയ്യണം. അപ്പെക്സ് പോയിന്റ് എന്ന് പറയുന്നത് 11.5 ആണ്. ഓക്കെ, 11.5. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഇവിടേക്ക് ഒരു വര വരച്ചിടുക. 11.5 നിന്ന് ഞാൻ ഈ 3.25 കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 3.25 എന്താണെന്ന സംശയം വരും. ബെസ്റ്റ് സെപ്പറേഷൻ എത്രയാണോ എടുക്കുന്നത് അവിടെ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറഞ്ഞു വരുമ്പോൾ 3.5 നമ്മൾ എടുക്കുന്നതെങ്കിൽ 3 എടുത്താൽ മതിയാവും. തയ്യൽത്തും വിടുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയും നമ്മൾ എടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ അളവെടുക്കുന്നത്, സാധാരണ നമുക്ക് 42 സൈസിന് നമ്മൾ സാധാരണ ബ്ലൗസിലൊക്കെ ഓരോരുത്തരുടെ ബെസ്റ്റ് സൈസിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 3 ഇഞ്ച് മതിയാവും കേട്ടോ. 3 ഇഞ്ച് ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നേരെ ആ 3 ഇഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടോ. 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കും. അതിനുശേഷം ഇവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം, 2 ആകാം 1.5 ആകാം, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ എടുക്കാം. എടുത്തതിന് ശേഷം ഇവിടെ നേരെ ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ കൊടുത്തിട്ട് കണ്ടോ, കൊടുത്തിട്ട് ഇങ്ങനെ വരും. ഓക്കെ, കണ്ടോ ഈ ഒരു ഷേപ്പ്. ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ വരച്ചിട്ട്, അപ്പോൾ ഞാൻ ഈ ഭാഗം മാത്രമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. വരച്ചിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 2 സെൻറ്റർ 3 ഇഞ്ചാണ്. 3ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1.5 വരും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1.5 അടയാളപ്പെടുത്തി കേട്ടോ. 1.5 അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ 1.5യുടെ പകുതി എന്ന് പറയുമ്പോൾ 3/4 അല്ലേ. അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞുതരാൻ മറന്നുപോയി. ഇതിൻ്റെ നമ്മൾ ആം ഹോൾ വരയ്ക്കുമല്ലോ. ആം ഹോൾ വരയ്ക്കുമ്പോൾ, ഫ്രണ്ട് വരയ്ക്കുമ്പോൾ ഇത്തിരി കടത്തിയിട്ട് വേണം വരയ്ക്കാൻ. അത് വരച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് അടയാളപ്പെടുത്താൻ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം അപ്പുറം ഇപ്പുറം ആയിട്ട് നമ്മൾ 3/4 വെച്ചെടുത്തു.
എടുത്തതിന് ശേഷം ഇതിനെ നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഉണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ചു. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടുന്ന് കണ്ടോ, അത് മുമ്പ് ഇത് പറയാം. ഇത് നമുക്ക് വരുന്ന അളവ് എത്രയാണെന്ന് നോക്കുക. ഇത് വരുന്നത് 5 ഇഞ്ചാണ്. അത് തന്നെ നമുക്ക് ഇവിടെയും വരണം. 5 ഇവിടെ വരുന്നത്. അത് നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്യുക. 1/2 ഇഞ്ച് കേട്ടോ, 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്തു. ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുത്തെ ലെങ്ത് അളന്നാണ് ഇവിടെയും കറക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാർട്ടിന്റെ ലെങ്തും അതേപോലെ തന്നെ അളക്കണം. ഇവിടെ 6ആണ്, അപ്പോൾ ഇവിടെ നമുക്ക് 6 വരണം. കണ്ടോ, 6 വരണമെങ്കിൽ ഇത്ര കൂടെ ലെങ്ത് കൂടി വരും. ഇത് കട്ട് ചെയ്തതിന് ശേഷം എന്നാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പീസിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇറക്കി കൊടുക്കണം കേട്ടോ. 1/2 ഇഞ്ച് ഇറക്കിയിട്ട് നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കണ്ടോ, നമ്മുടെ ആ ഷേപ്പിന് വ്യത്യാസം വരില്ല. ആ വ്യത്യാസം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ഇറക്കി കൊടുക്കുന്നത്. ഇറക്കിയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടോ, അപ്പം നമ്മുടെ ആംപോൾ റെഡിയാവും. നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനൊരു പീസിലെ പേപ്പർ മടക്കിയുള്ളൂ, കാരണം എനിക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കറക്റ്റ്. അപ്പോൾ നമുക്ക് ആംപോൾ വരേണ്ടത് ഇതിനെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്കിതിൽ നേരെ കറക്റ്റായിട്ട് നേരെ തന്നെ വരച്ചു കൊടുക്കുക. ഇതാണല്ലോ വരുന്നത്. നമ്മൾ ഇത് വരുമ്പോൾ ഇങ്ങനെ നേരെയാണ് വരയ്ക്കേണ്ടത്. നേരെ വരച്ചിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കും മാറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് വരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് ആ പീസ് കിട്ടും. ഫ്രണ്ട് കണ്ടല്ലോ. ഇനി നമുക്കിത് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഷോർട്ടായിട്ട് അങ്ങനെ ഇട്ട് തരാം കേട്ടോ.
ഓക്കെ ബായ്, വീണ്ടും കാണാം.